ബോബി എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? അടിപൊളിയായിട്ട് ഉറങ്ങി. ഇതാരാ നിൽക്കുന്നത്? ശങ്കറോ? സിനിമാ നടൻ ശങ്കർ നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അമ്മേ പറയൂ. അതേട്ടോ, ഞങ്ങളിത് രാവിലെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. നമ്മളിപ്പോഴും കോവലൂർ പാലസിൽ തന്നെയാണ്. നമ്മുടെ ബർത്ത്ഡേ ഇന്നലെ അടിച്ച് പൊളിച്ചില്ല, അമ്മ തകർത്തില്ലേ? ഞാനോർത്ത് എവിടെയെങ്കിലും ഡ്രസ്സ് കണ്ടിട്ടും കരുതിക്കോളാൻ പറഞ്ഞെങ്കിലും ഞാനോർത്ത് പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴോട്ടോ പറഞ്ഞേ അടിച്ചു പൊളിച്ച്. അതെല്ലാരും അടിച്ചു പൊളിച്ചു. പരിപാടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല, കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് നടന്നു കേട്ടോ. നമുക്ക് ഇന്ന് ഏകലൂടെ വന്നില്ല, നമുക്ക് ഇവിടുത്തെ ദിവസം എൻജോയ് ചെയ്യാം. ഇവിടെ എന്നൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കി ഇവരിപ്പോ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് സംഭവം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്, ഒരു 3 hour ട്രക്കിംഗ് ആണ്. അപ്പോൾ വേഗം പോയി ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ? എന്നിട്ട് ബാക്കി ഇവിടെ നമുക്കുള്ള അടിച്ചുപൊളി പരിപാടികളൊക്കെ ചെയ്യാം. നമ്മൾ നിമിഷനും പിള്ളേരും കൊണ്ടുപോകണില്ല കേട്ടോ. പല്ല് ഇന്നലെ ഒരെണ്ണം പറിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് ഭയങ്കര ചാട്ടവും കുലുക്കവും ഒക്കെ ആയിരിക്കും പിള്ളേർക്ക്. പിള്ളേരെല്ലാം ഛർദ്ദിക്ക് പോലും ചെയ്താലോ, അതുകൊണ്ട് പിള്ളേർക്ക് പാടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിമിഷനെയും പിള്ളേരെ ഇവിടെ ഇരുത്തുന്നില്ല, നമ്മൾ കൊണ്ടുപോകണില്ല. എന്നാ കുഴപ്പമില്ല, എന്നാ നീ ഇവിടെ ഇരുന്നോടി, ഞങ്ങൾ വേഗം പോയിട്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ, നിങ്ങൾ പാർക്കിലൊക്കെ പോയി കളിച്ചോ കേട്ടോ. മീറക്കോട്ടൻ ദേ ഇവിടെ സുന്ദരമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ, നല്ല മിടിക്കായിട്ട് സ്വെറ്ററൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. ഇച്ചിരി തണുപ്പുണ്ടല്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അവിടെ പോവാ ആരുടെ കൊണ്ടുവന്നേ ഓക്കെ. നമ്മുടെ സദാശിവൻ ചേട്ടൻ രാവിലെ അതെ നമ്മുടെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവർ. ഓക്കെ ചേട്ടാ, നമസ്കാരം. നമ്മളൊരു ജീപ്പ് സഫാരിയാണ്, ഒരു 3 hours. അത് ചിലന്തിയാർ റൂട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇപ്പോൾ പഴത്തോട്ടം വഴി ഇങ്ങനെ കോവിലൂർ വരും. അതിനകത്തുള്ള എല്ലാ വ്യൂ പോയിന്റ്സും കവർ ചെയ്യും. വാട്ടർഫോൾ ഉണ്ട്, സ്ട്രോബെറി ഫാം, വെജിറ്റബിൾ ഫാം, പിന്നെ ഒരു ടൈഗർ കേവ്, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എല്ലാം വഴിയെ കാണാം കേട്ടോ. ഞാൻ ഇറങ്ങിക്കോട്ടെ ചേട്ടാ. ഓക്കെ, താങ്ക് യു. പോയിട്ട് വരും. ബോബി ഇറങ്ങിക്കോ, നീ റെഡിയല്ലേ? റെഡിയാ. ബോബിനെ നീ ഫ്രണ്ടിൽ ഇരുന്നോ? ഫ്രണ്ടില് നീ ഇരുന്ന് വഴിയൊക്കെ പറഞ്ഞു തുടങ്ങണം കേട്ടോ. ചേട്ടൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണെന്നാട്ടോ പറഞ്ഞത് അല്ലേ ചേട്ടാ? ചേട്ടൻ്റെ പേരെന്നാ പറഞ്ഞേ? സുകുമാർ. സുകുമാരൻ നമ്മളെ സുഖമായിട്ട് കൊണ്ടിട്ട് വരും കേട്ടോ. ഓക്കെ, 3 മണിക്കൂറിനുണ്ട് കേട്ടോ. ഭയങ്കര രസമൊക്കെ ആയിരിക്കും പോണ വഴിയിലെ കാഴ്ചകൾ. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്, പോണേക്ക് കാണാം. ദേ അവിടെ ഭയങ്കര കളിയാണല്ലോ പിള്ളേരെ. മിരിക്കുട്ടാ, ഞങ്ങളിപ്പോ വരാട്ടോ ബേബി. ബൈ ബേബി. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോനെ ഇപ്പൊ തന്നെ കുലിക്കുന്നത്. ജീപ്പിലെ കയറിയിട്ട് എത്ര ദിവസമല്ലേ? ദിവസമല്ല, നാളുകളായി. പണ്ട് ആദ്യമൊക്കെ ജീപ്പായിരുന്നു. അമ്മയുടെ പപ്പായ്ക്ക് ജീപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലേ? അത്തലൊക്കെ കയറി, അത്തലൊക്കെ ഞാൻ കയറിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ജീപ്പ് എന്ന് പറയാനായിട്ട്. നമ്മൾ ഇന്നലെ വന്ന വഴിക്ക് കാട്ടുപോത്തിനെ കണ്ടില്ലാവുന്നേ. എന്റെ ജീവൻ പോയിട്ട് ഞാൻ അവിടുത്തെ ആനയായിരിക്കുന്നു. നല്ല മുഴുപ്പുണ്ടാ, ആനയുടെ മേത്ത് മുഴുവൻ മണ്ണാട്ടോ. മണ്ണിന്റെ നിറം, മണ്ണ് വരിട്ടേക്കുക അവിടെ വെച്ചാ അത് തന്നെ. അയ്യോ, ഫസ്റ്റ് തലത് കറക്കി ടയറ് കേട്ടോ. പെട്ടില്ല കയറിപ്പോ കയറിപ്പോ. നമ്മുടെ സുകുമാരൻ ചേട്ടനല്ലേ? പിന്നെ അല്ല ഒന്നേ മോനെ നോക്കണം. മോനെ ചാച്ച പിടിച്ചെടുത്താലോ കേട്ടോ. ഞാൻ പിടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കൂടെ നോക്കിക്കോളാം കേട്ടോ. നമ്മുടെ റിസോർട്ട് കാണത്തില്ല. വന്ന വഴിക്കൊരു പുള്ളി അവിടെ നടുക്ക് വണ്ടി ഇട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സൂചേട്ടൻ അത് ജസ്റ്റ് മാറ്റുക. കീയൊക്കെ വണ്ടി വെച്ചിട്ട് ആശാൻ പോയേക്കുന്നത്. അതുകൊണ്ട് അല്ലെ വേണമെങ്കിൽ മാറ്റിക്കോന്നുള്ള അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഇവിടുത്തെ ഈ പൂ കണ്ടോ അമ്മേ, നല്ല നീല, ഇതിനെന്നായി പറയുന്നത്? ഇവര് ഭയങ്കര ഫാൻസാ ഇതിന്റെ. ഇതുണ്ടോ? ഭംഗിയുണ്ടല്ലേ? പണ്ട് നമുക്കൊരു വീണ്ടാന്ന് പറഞ്ഞൊരു പൂ ഉണ്ടായിരുന്നു, ഇച്ചിരി പർപ്പിൾ ആട്ടോ അത്. അതുപോലെ നമ്മൾ ആ പൂളിന്ന് കണ്ട വ്യൂ ഒക്കെ കണ്ടോ അല്ലേ?
അടിപൊളി. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് അല്ലേ ഇതാട്ടോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നമ്മുടെ മല നല്ല ഈ മലയുടെ പേരെന്നാ ചേട്ടാ? ഈ മല ഓപ്പോസിറ്റ് കാണുന്നത് കൊട്ടാക്കുമ്പൂർ വില്ലേജ് ആണ്. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ലാസ്റ്റത്തെ വില്ലേജ്. കൂടാതെ മറ്റേ അഭിമന്യുവിനെ അറിയില്ല, മഹാരാജാസ് കോളേജിൽ മരിച്ച ആ പയ്യന്റെ ഗ്രാമമാണ്. അതെ അതെ. പിന്നെ ഇതുവഴി നമുക്ക് കൊടൈക്കനാലിലെ ഒരു റൂട്ടുണ്ട്. ഇങ്ങനെ കയറി ആ പുൽമേട് വഴിയില്ലേ, അതുവഴി അങ്ങനെ പോകാനുള്ള റൂട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാണ് തമിഴ്നാട്. ആ മലയുടെ ലാസ്റ്റ് പോകുമ്പോൾ പാലിക്കൽ വ്യൂ പോയിന്റ് എന്ന് പറയും. ഓക്കെ. അതിന്റെ അപ്പുറം തമിഴ്നാട് ബോർഡറായിട്ട് വരും. നമ്മളിപ്പോ ഇതിലേക്ക് പോകുന്നുണ്ടോ അതോ നമ്മൾ ഇനിയത്തെ അതിന്റെ താഴോട്ട് പോകും. താഴോട്ടാണ് ആ മലയുടെ ഇല്ലേ, ആ അടിവാരത്ത് പോകും. അവിടാണ് കേവ് ഉള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി കേട്ടോ. കൃഷിയാണ് ഇത് മെയിനായിട്ട്. ഇത് മഴ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആണ് മഴ കിട്ടുന്ന സീസണ്. അപ്പം ചെയ്യുന്ന കൃഷികളാണ് കൂടുതലായിട്ടും. ക്യാരറ്റ്, ക്യാബേജ്, വെളുത്തുള്ളി, ബീൻസ്, ബീട്രൂട്ട് എന്നിവ കൃഷി ചെയ്യും. ഭയങ്കര ഫ്രഷ് ആട്ടോ ഇവിടുത്തെ വെജിറ്റബിൾ അല്ലേ, വെജിറ്റബിൾ ഫ്രൂട്ട്സും അല്ലേ മോനെ? സൂപ്പർ ടേസ്റ്റ് അല്ലായിരുന്നു, നല്ല ഫ്രഷ്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ കേട്ടോ. മെറക്കൂട്ടനൊക്കെ പിടിവിലിയായിരുന്നു ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട്. ഭയങ്കര ഇഷ്ടമായി. നീ അവിടുന്നുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ എടുത്തോണ്ട് വന്നോ? നല്ല ഷർട്ടല്ലേ? നല്ല ഷർട്ട്. ഫ്രൂട്ട്സിന്റെ സ്ഥലത്ത് വരുമ്പോ പിന്നെ ഫ്രൂട്ട്സിന്റെ പടമുള്ള ഷർട്ട് ഇടാതിരിക്കാൻ വിശക്കുമ്പോ ഇത് കൂട്ടാനൊക്കെ പറിച്ച് തിന്നാ മതി. നാരങ്ങയാന്ന്, പക്ഷെ വല്ല നാരങ്ങ കഴിക്കാൻ പറ്റുന്ന നാരങ്ങയാണ് നീ കഴിച്ചാൽ മതി. നാരങ്ങ വീഴ്ച കുടിക്കാം. ശരിയാ. സെക്കൻഡ് പോയിന്റിൽ നമ്മൾ എത്തിയിട്ടോ. ഇവിടെ ഒരു കേവ് ഉണ്ടെന്നാ പറയുന്നത്. ആ കേവ് കാണാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഇച്ചിരി നടന്നു പോണേ. പൈക്കരയാ, ടൈഗർ കേവ് എന്നാ പറയുന്നത് കേട്ടോ. അമ്മ തെന്നരുത് കേട്ടോ, ചിലപ്പോൾ തെന്നാൻ സാധ്യതയുണ്ട്. ചാച്ചനും അതുപോലെ തെന്നരുത് കേട്ടോ ബോവിനെ, അല്ല ഏട്ടാ? നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ വേണ്ടേ? ഞാനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നല്ല ഒന്നാം തരം ലൂണാറാ. അത് സമ്മതിച്ചു. പക്ഷെ ഇങ്ങനത്തെ കയറാനൊക്കെ ലൂണാറിന് വേറെ നല്ലത് കിട്ടും. അതായത് ടെറൈനിന് പറ്റിയ ചെരുപ്പല്ല അല്ല ബോബി. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ ഇപ്പോഴേ കേട്ടോ. നല്ലൊരു തണുപ്പും. നല്ല തണുപ്പല്ലേ? ഇതൊക്കെ ഏലോ നിൽക്കുന്നുണ്ടോടാ? ശരിയാണല്ലോ. നമുക്ക് അടുത്ത് വെള്ളോടം കാണിക്കാം, ഏലക്കാ കാണിക്കാം. അതെ, നല്ല ചീവീടിന്റെ സൗണ്ടും അല്ലേ? അതെ അതെ അതെ. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, ഇവിടുന്ന് സൗണ്ട് കേൾക്കാം. ഇതൊരു കുഞ്ഞി ഫോറസ്റ്റും പുഴയുണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജാണോ? ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണമല്ലോ പോകാനായിട്ട്. ഇതൊക്കെ ചാച്ചന് പുഷ്പം പോലെ ക്രോസ് ചെയ്യും. പുഴകളും ഭൂമി സുന്ദരം. അമ്മ നോക്കി പോകണം കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ കേവിലെത്തിട്ടോ. 2 ടൈഗർ ഉണ്ടായിരുന്നാ പറയുന്നത്. ആണോ? ഇപ്പൊ നമ്മളുണ്ടല്ലോ അല്ല പോയി. ഇപ്പൊ പുലിയുണ്ട്, പുലിക്കുട്ടികൾ വന്നു. അങ്ങനെ ഇതാണ് കേവ്. ധൈര്യമുള്ളവരൊക്കെ ഫ്രണ്ടിൽ പോട്ടെ. അമ്മയൊക്കെ ഗുഹയ്ക്കകത്തോടെ കയറി വരുന്നുണ്ടോ? ചെറിയൊരു ഗുഹ കേട്ടോ, ചെറിയ ഗ്യാപ്പുള്ളൂ കയറി വരാനായിട്ട്. അതെ അതെ അതെ. ബാഗ് തന്നെ ഞാൻ പിടിക്കാം. ചാച്ചന് പറ്റില്ലാത്തോണ്ട് ചാച്ചന് കയറാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വെട്ടം ഇല്ലാത്തോണ്ട് എനിക്ക് ഇവിടെയൊക്കെ പിടിച്ചു കയറണം കേട്ടോ. പിടിക്കണം, ഒരിടത്ത് പിടിക്കണം. ഇവിടെ പിടിച്ചേ, ഇത് നല്ല പോട്ടെ. ബോബിനും കയറി വരുന്നു. ബോബി നിസ്സാരമല്ല. തല ഇരിക്കാതെ നോക്കണേ. കൈ വേണ്ടി തന്നേരെ, ഞാൻ പിടിക്കണോ? അങ്ങനെ കേറി വന്നുട്ടോ, കേറി പോയി. രക്ഷപ്പെട്ടു. നമ്മുടെ ചേട്ടനോട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം. ചേട്ടൻ നല്ല പുഷ്പം പോലെ കയറി വന്നു കേട്ടോ. ഇതില് ഇറങ്ങി പോകണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല, ഇറങ്ങാനും പാടാ. അതിനാ ചീവീടല്ലേ? ചീവീട്. അടിപൊളി. എന്ത് മധുരമായ ശബ്ദം. ബോബിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലടാ? നല്ല ഓംലെറ്റും കഴിച്ചപ്പം അധികമായിരുന്നു പറഞ്ഞിരുന്ന. ഇപ്പൊ ഓക്കെ. അതെ അതെ അതെ. ഞാൻ നല്ല ഒച്ച നോക്കടാ. നല്ല ഒച്ച. ഇതുണ്ടോ ആൾക്കാർ എന്നാ നല്ല സ്ഥലം എന്ന് പറഞ്ഞാലൊക്കെ ഉണ്ടോ. പിന്നെ ഇവിടെ കൊണ്ടുപോയി പ്ലാസ്റ്റിക്കും അല്ലേ കുപ്പികളും എല്ലാം കൊണ്ട് ഇട്ടേക്കുന്നുണ്ടോ. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതെ അതെ, അത് നമ്മൾ ഓരോരുത്തരും, അല്ലാതെ ഒരാൾ പറഞ്ഞോടത്ത് ഒരാൾ ഇടാതിരിക്കുകയല്ല. ഞാൻ തീരുമാനിക്കണം, ഞാൻ ഇടിയല്ലെന്ന്. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ നമ്മുടെ നാട് നന്നാവും. അങ്ങനെ ചെയ്യണം കേട്ടോ. വളരെ ദൂഷ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവരത് ചെയ്യുകയില്ല കേട്ടോ. പുറം രാജ്യത്ത് പോയിട്ടുള്ളവരൊന്നും സാറിന് ചെയ്യാൻ ഇത്രയും മനോഹരമായ സ്ഥലം ലോകത്ത് വേറില്ല. നമ്മുടെ കേരളം
കേരളത്തിന്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ ഈ രാജ്യം നശിപ്പിക്കരുത് കേട്ടോ. ഇതാട്ടോ അതെ സൗണ്ട് ഉണ്ടാക്കണേ, കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ നിങ്ങൾക്ക്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കൂടി എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇതിനെ പിടിച്ചിട്ട് തീപ്പെട്ടിക്കൂടിനകത്തിടും, എന്നിട്ട് ഇങ്ങനെ കിലുക്കി ഇതൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഇവരാണ് ഈ സൗണ്ട് മൊത്തം ഉണ്ടാക്കുന്നത് അല്ലേ? താഴെ നമുക്ക് ഇങ്ങനെ പയ്യെ ഇങ്ങനെ അങ്ങ് പൊത്തി പിടിക്കും, എന്നിട്ട് ഇങ്ങനെ അങ്ങ് കൊടുക്കും, എന്നിട്ട് തീപ്പെട്ടിക്കൂടിനകത്താക്കും. ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ, അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കരച്ചിൽ കേട്ടോണ്ടിരിക്കും. അയ്യോ അത് കൊള്ളാലോ. ഇനി വണ്ടി അടുത്തേക്ക് പോയേക്കാം അല്ലേ? അപ്പോൾ ഇവിടുന്ന് കൊടൈക്കനാൽ പോകണമെങ്കിൽ ഷോർട്ട് കട്ട് ഉണ്ടെന്ന് കേട്ടോ സൂചിച്ചേട്ടൻ പറയുന്നത്. 45 കിലോമീറ്റർ അല്ലേ ചേട്ടാ? ഒരു മല ക്രോസ് ചെയ്താൽ മതി. പക്ഷേ 4 വീലർ മാത്രമേ പോവുള്ളൂ, അറിയാവുന്നവർ മാത്രം. പക്ഷെ അത് ഇപ്പം ആ വഴി പോകത്തില്ല അല്ലേ? ഇപ്പം പോകില്ല കേട്ടോ, ഫോറസ്റ്റുകാർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അതെ ഇവിടെ വന്നാൽ നമ്മുടെ റിസോർട്ട് കാണാം കേട്ടോ. ഇതേ കാണുന്നത് നമ്മുടെ റിസോർട്ട്. അതിന്റെ പൂള് ബ്രൗൺ ഒരു ഓട് പോലെ കാണുന്നില്ലേ? കോവലൂർ കൊട്ടാരം. ഓ എനിക്ക് വയ്യ. ശങ്കറും പിന്നെ ആരാ? മേനകയും. ഓ ഓവനെ നീ ഇതൊക്കെ എന്തൊക്കെ കേൾക്കണം. നീ മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഇങ്ങോട്ടൊന്ന് വന്നേ. കൊള്ളാല്ലേ? നിങ്ങളിപ്പോൾ ഒരു ഡ്രോൺ ഷോട്ടിലൊരു വീഡിയോ കണ്ടില്ലേ? ഞങ്ങളുടെ കയ്യിൽ ഡ്രോൺ ഇല്ല കേട്ടോ, ഞങ്ങൾ ഇതുവരെ ഡ്രോൺ വാങ്ങിച്ചിട്ടില്ല. ഇതെങ്ങനെ ഈ ഡ്രോൺ ഷോട്ടിലുള്ള വീഡിയോ ഒക്കെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറുപടി ഇവരാണ് കേട്ടോ, നമ്മുടെ ലക്ഷ്മൺ ചേട്ടനും പവിത്രൻ ചേട്ടനുമാണ് കേട്ടോ. ചേട്ടാ ഇത് നിങ്ങളിങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീഡിയോയുടെ ഔട്ട് കണ്ടു, ഒരു രക്ഷയില്ല കേട്ടോ. ഇതേ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതേ കണ്ടോ, വീഡിയോ സ്പോട്ട് എന്നാണ് കേട്ടോ ഇവരുടെ പരിപാടിയുടെ പേര്. 500 രൂപ ഉള്ളൂ. നല്ല കിടിലൻ വീഡിയോ ഇവർ ഷൂട്ട് ചെയ്ത് തരും. അതെ ഞങ്ങൾ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ വരികയും ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവരും ഒരാളെടുത്ത ഒരാൾ മിസ്സാവൂല. ഞാനും വന്നപ്പോഴേ എനിക്ക് ഡ്രോണിലൊരു ഷോട്ട് ഇല്ലല്ലോ എന്ന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അന്നേരമാണ് ഞങ്ങൾ ഇത് ഇവരെ ഇവിടെ കണ്ടത് കേട്ടോ. ഒത്തിരി താങ്ക്സ് ചേട്ടാ, പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. സുചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ പ്രൈവറ്റായിട്ട് ജീപ്പ് സഫാരിക്ക് ആവശ്യമുള്ളവർ നമ്മുടെ സൂചേട്ടനെ വിളിച്ചാൽ മതി. പ്രൈവറ്റായിട്ടല്ലേ? റിസോർട്ടിലും പാക്കേജ് ഉണ്ട്, അതല്ലാതെ റിസോർട്ടിൽ താമസിക്കാതെ വരുന്നവർ പ്രൈവറ്റായിട്ട് വേണമെന്നുള്ളവർ നമ്മുടെ സൂചേട്ടൻ്റെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങളിത് ഇപ്പോൾ ഒരു സ്ട്രോബെറി ഫാം കാണാനായിട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് താഴെ കാണുന്നൊക്കെ സ്ട്രോബെറി, വേറെ മരങ്ങളും ഉണ്ടല്ലോ നല്ല കുഞ്ഞു കുഞ്ഞു മരങ്ങളുണ്ട്. പ്ലാസ്റ്റിക് കാണുന്നൊക്കെ സ്ട്രോബെറി ആണേ. ഓ ഇത് അമ്മ ഇത് കണ്ടോ, അമ്മ നേരെ താഴേക്ക് ഇറങ്ങി പോയി കേട്ടോ. ഇത് ഓറഞ്ച് അല്ലേ? അടിപൊളിയാ കണ്ടോ സ്ട്രോബെറി. ഹായ് നല്ലത് സ്ട്രോബെറി വഴുത്ത് കിടക്കുന്നു. ഇവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ സ്ട്രോബെറി ഒക്കെ. ഹായ് ആയിട്ടില്ല, ഇച്ചിരി ആവാനുണ്ടേ. പഴുത്തില്ല കേട്ടോ, പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇതന്നെ റോസയാണോ? റോസല്ലേ, ഡാലിയ. ഞങ്ങളപ്പതേ കുറച്ച് സ്ട്രോബെറി ഒക്കെ മേടിച്ചോണ്ട് പോകാൻ. നമ്മുടെ മീറക്കുട്ടൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് സ്ട്രോബെറി കേട്ടോ അമ്മേ. അതെ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂബെറി ഇഷ്ടമാക്കും ഇപ്പം. അതെ വാട്ടർഫാൾസ് കാണാൻ പോകാം കേട്ടോ. ഇതിലെയാ? ഇവിടുന്ന് 100 മീറ്റർ നടക്കാണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു, കടയുടെ സൈഡിൽ കൂടെ. കനാലുണ്ടോ? നമ്മുടെ കനാൽ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലടാ. നമ്മുടെ കനാലിൽ അത്ര ഇല്ല, പക്ഷെ എന്നാലും ഇവിടെ ഒരു കനാൽ എന്ന് പറയും പോലെ കനാലിൻ്റെ സൈഡിൽ ആൾക്കാർ ഇട്ടിട്ട് പോയേക്കുന്നുണ്ടോ അമ്മ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. പക്ഷേ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിട്ടോ. ഒച്ച കേട്ട് തുടങ്ങിയില്ലമ്മേ. എന്നാ രസമല്ലേ? ഈ പറയുക വേറൊരു കളർ കണ്ടോ എൻ്റെ കണ്ണാടിയിലാണോ?
ചാച്ചനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇറങ്ങി കുളിച്ചാനെ. ചാച്ചന് ഈ വെള്ളച്ചാട്ടം വെള്ളം കണ്ട അപ്പം നോക്കി മതി കേട്ടോ. നോക്കി മതി. ഇപ്പോൾ വെള്ളം ഇച്ചിരി കുറവാന്നാ ചേട്ടൻ പറഞ്ഞതേ. നമ്മുടെ മേത്തോട്ട് തെറിക്കണില്ലേ അല്ലെങ്കിൽ നല്ല നല്ല വെള്ളം വരും, നമ്മുടെ മേത്ത് ഇങ്ങനെ വെള്ളം തെറിക്കും എന്ന് പറഞ്ഞ. ഇപ്പോഴും അവിടെയൊക്കെ നിൽക്കുമ്പോൾ കുറേശ്ശെ തെറിക്കുന്നുണ്ട് കേട്ടോ. പോയേക്കാം. കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ. പക്ഷേ കുളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ആ സെറ്റപ്പിലൊന്നും അല്ല നമ്മൾ വന്നേ. ഞാൻ നേരെ നമുക്ക് റിസോർട്ടിൽ ചെന്നിട്ട് നിമിഷം പിള്ളേർ അവിടെ ഒറ്റയ്ക്ക് ആകുന്നുണ്ട്. അധികം താമസിയാതെ പോവുകയും ചെയ്യണം. പോയേക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ പാലസിലെത്തിയിട്ടോ. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു. ട്രക്കിംഗ് ഒക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് വന്നു കേട്ടോ. സുചേട്ടാ സൂപ്പറാണ് കേട്ടോ, അടിപൊളി ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ഒന്ന് കയറി എന്താ പറയുക ഒന്ന് വിളിച്ച് അല്ലെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ, പ്രൈവറ്റായിട്ട് പോകാനായിട്ട്. ഇനി എന്നാ പരിപാടി ബോനെ? ഇനി എന്നാ പരിപാടി? ഫുഡടി. അതിന് പിന്നെ നിമിഷം പിള്ളേരെ പോയി നോക്കണം കേട്ടോ. രാവിലെ അവരെ ഇട്ടിട്ട് പോയതാ. അവർ ഉറങ്ങിപ്പോയ സംശയം. ഇടയ്ക്ക് ഞങ്ങൾ ഫോൺ വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല കേട്ടോ. ഞങ്ങളപ്പതേ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് വന്നതാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂള് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ അല്ലേ ബോബി? പൂള് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ചെറിയൊരു ബ്രിഡ്ജിൽ കൂടെ വേണം നടന്ന് പൂളിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. പൂക്കൾ കണ്ടോടാ, ജമന്തി അല്ലേടാ ഇതാ? ബന്ദിയോ? എനിക്ക് പൂക്കളുടെ പേര് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. നിമിഷം വരുമ്പോൾ ചോദിക്കണം. ബന്ദിയാന്ന് തോന്നുന്നു. എല്ലായിടത്തും പൂക്കൾ വെച്ച് പിടിപ്പിച്ചേക്കോണേ. നല്ല കുറേ റോസും ഉണ്ട്. ശരിക്കും ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ഡിസംബർ ആണെന്നാട്ടോ പറയുന്നത് അല്ലേ? ഡിസംബർ ജാനുവരി ഫെബ്രുവരി -3 വരെ പോകുന്നതാണ്. എന്നാൽ വന്നു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞും പിന്നെ എന്താ പറയുക ഭയങ്കര അതെ ഫ്ലവേഴ്സും തണുപ്പൊക്കെ കാണാമെന്നാണ് പറയുന്നത് കേട്ടോ. മയില് കയറിപ്പോകുന്ന പൂളിലേക്ക്. ഇതാണ് കേട്ടോ പൂൾ ഏരിയ. ഇത് കിഡ്സ് പൂളല്ലടാ ഇവിടെ? കിഡ്സ് സെക്ഷൻ. അതുപോലെ ഞങ്ങൾ ഇന്നലെ രാത്രി ഒന്ന് ചാടിയിട്ട് ഇവിടെ നല്ല കിണ്ണം പൂളാണ്, ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. നോക്കി ഒരു രക്ഷയില്ലാത്ത ആംബിയൻസാണ് ഈ കാണുന്ന സീനറി. പിന്നെ എന്നാ വേണമല്ലേ, നല്ലൊരു മിറർ കണ്ടോടാ അവിടെ മൂലയ്ക്ക് അല്ലേ? നിന്നെ കാണാൻ പറ്റില്ല? എന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്താലും നമ്മളെ അടുത്ത് നിൽക്കുന്ന ആളായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇത് എനിക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ എന്നെ കാണാൻ ചെറുതായിട്ട് കാണാടാ. ഇപ്പം കാണാം ഡയറക്റ്റ് ഒരു ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ അല്ലേ? ഇവിടുന്ന് എന്നെ കാണത്തില്ല. കറക്റ്റ് കോർണറിൽ നിന്ന് ഞാൻ കാണത്തില്ല. മിറർ ഭയങ്കര കോമഡി കേട്ടോ. ബോവൻ ആ മൂലയ്ക്ക് കാണത്തുള്ളൂ, നിനക്ക് എന്നെ കാണാം. അങ്ങനെ നിമിഷനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. നിമിഷ പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. ഉറക്കവാ. റീവ് ഒരു പ്രാവശ്യം ഉറങ്ങി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പാർക്കിലൊക്കെ കളിച്ചല്ലേ? പിന്നെ വേറെ സൂപ്പറായിട്ട് കളിച്ചു. രണ്ടുപേരും കളിച്ചു. നല്ല പാർക്കാണ്. നല്ല പാർക്ക്. അധികം പിള്ളേർക്ക് അധികം എന്തോ ആക്സിഡൻസ് ഒന്നും ഉണ്ടാകാത്ത പാർക്കാണ്. ഇതെന്നാ ചിക്കനാ? ഓ ശരി. ഫിഷ് തവ ഫ്രൈ. ഏതാ മീൻ? ഏതാ നെയ്മീനാണോ? ഫിഷ് തവ. നല്ല മീൻ മറക്കണ മണമാണ് താഴെ നമ്മൾ വന്നപ്പം. നീ ശ്രദ്ധിച്ചോ? കോവയ്ക്ക. പിടിച്ചോ. നിമിഷയുടെ ബോവിനെ നിമിഷയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം ചിക്കൻ 65ഉം മീൻ ഫ്രൈയും കേട്ടോ. നീ പറഞ്ഞായിരുന്നു വല്ല ഉണ്ടാക്കി തരാനായിട്ട്? ആണോ? അയ്യോ എടീ ഫിഷ് കറി നിമിഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മെനിയാന്ന് തോന്നുന്നു കേട്ടോ. നിമിഷ പറഞ്ഞാണോ മീൻ ഐറ്റംസ് വേണമെന്ന്? പൊട്ടറ്റോ ഫ്രൈ. തോരൻ വന്നു. പപ്പടം ദേ കേട്ടോ. ഓക്കെ താങ്ക് യു. അയ്യോ സൂപ്പർ. ഇത് കഴിച്ചിട്ട് നമുക്ക് ഒന്നാളെ പൊളി ചാടണ്ടടാ.
അമ്മ ഇത് കഴിയുമ്പോൾ നേരെ കയറി വന്ന് കഴിക്കും കേട്ടോ അല്ലേ? അയ്യോ ഇനി ഇതേ ഐറ്റംസ് വരുന്നു കഴിഞ്ഞില്ല. നിമിഷേ നമ്മളെ ഇത്ര നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ആംബിയൻസിൽ നിൽക്കുമ്പോൾ സൂപ്പർ സ്ഥലമാണ്. ഒരു പാട്ടും കൂടെ പാടാതെ പോകുന്നത് എങ്ങനെയാ? അതെ അതെ പാടാട്ടോ. ഇന്നലെ നീ വണ്ടി ഇരുന്ന് വെച്ചൊരു പാട്ട് പാടിയില്ലേ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മ പ്രത്യേകം പറയുന്നുണ്ട് ആ പാട്ട് തന്നെ നിന്നോട് പാടണമെന്ന്. അതെ ഇന്നലെ ആണെങ്കിലും ഒത്തിരി പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നിമിഷം പാടാത്തതെന്ന്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ടൊരു കിടിലം പാട്ടേ. കറുകവയൽ കുരുവി മുറിവാലൻ കുരുവി കതിരാടും വയലിൽ ചെറുകാവൽക്കാരി തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ തളിർ വെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ ഓ കറുകവയൽ കുരുവി മുറിവാലൻ കുരുവി കതിരാടും വയലിൽ ചെറുകാവൽക്കാരി. അടിപൊളി. അങ്ങനെ അമ്മയും മേളിൽ കഴിക്കാനായിട്ട് കയറി വന്നിട്ടുണ്ട്. നിമിഷ താഴേക്ക് പോയിട്ടോ. നിമിഷം പിള്ളേർക്ക് ഫുഡ് കൊടുക്കട്ടെ. നിർമ്മൾ ഒരു സ്ട്രോബെറി കഴിച്ചു കേട്ടോ. അവള് എണീറ്റില്ലേ ഇപ്പം? സ്ട്രോബെറി കൊണ്ടുവരാണെന്നല്ലേ അമ്മ? അതിപ്പോ നിങ്ങൾ അന്നേരം താഴേക്ക് കൊണ്ടുവന്നില്ലേ, അതുകൊണ്ടാട്ടോ. അതെ ഇതേ അമ്മ ചോറും വിളമ്പി. അമ്മയ്ക്ക് ഫിഷ് ഐറ്റംസ് ഒന്നും വേണ്ട, അതുകൊണ്ട് നമ്മൾ ചിക്കൻ 65 ബീഫ് കറി ഉണ്ടമ്മ, നല്ല സൂപ്പർ ബീഫ് കറിയാ. കഴിച്ചോ. അപ്പോൾ ഇതേ 2 ദിവസമായിട്ട് എനിക്ക് കുറേ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുന്നുണ്ട്. പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് 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 നന്ദി കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. എത്ര കമന്റ് അല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നേക്കുന്നത്. അതെ അതെ. അപ്പോൾ ഇതേ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ ജൂലൈ 14-ാം തീയതി ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ എൻ്റെ പേര് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് ഒക്കെ പോവാണെങ്കിൽ ഒരുപാട് നന്നായിരിക്കും കേട്ടോ. സൂപ്പർ സ്ഥലമാണ്, സൂപ്പർ ലൊക്കേഷനാണ്, ഞങ്ങൾ ഗ്യാരണ്ടി. അതെ അതെ. നിങ്ങൾ ഉറപ്പായിട്ട് സന്തോഷമായിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അതുപോലെ ഇവരുടെ സർവീസസ് ഒരു രക്ഷയില്ല, എല്ലാ രീതിയിലും സർവീസസ് അടിപൊളിയാണ്. എന്താ പറയുക, ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണോ. എല്ലാം കൊണ്ടും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ. നമ്മളങ്ങനെ അധികം അങ്ങനെ ഹോട്ടലുകളൊന്നും നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇത് നമ്മൾ ഉറപ്പായിട്ടും ഇല്ല ആച്ചാ എന്നാ പറയാ, തീർച്ചയായിട്ടും നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. മൂന്നാറൊക്കെ വരുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ? മിസ്സാക്കരുത് ഞാൻ പറയുള്ളൂ. മിസ്സാക്കരുത്, ഒന്ന് ട്രൈ ചെയ്യണം. നമ്മളിന്ന് ഒരു ഇടയ്ക്കൊക്കെ ഒരു ലക്ഷറി ആയിട്ട്, പക്ഷേ ലക്ഷറി ആണെങ്കിലും ഭയങ്കര പൈസ ഒന്നും പോകത്തില്ല കേട്ടോ. അതെ അതെ. നിങ്ങൾ ഓർക്കുന്ന ഭയങ്കര പൈസ ആകുന്നൊന്നും ഞങ്ങൾക്ക് വരത്തില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാവർക്കും വരാൻ പറ്റും. അതെ, എല്ലാവരും താങ്ങാവുന്ന റേറ്റ് ഒക്കെ ഉള്ളു കേട്ടോ. പിന്നെ ഇത്രയും ലക്ഷറി ആയിട്ടൊരു കോവിലകത്തിലോ അല്ലെങ്കിൽ കൊട്ടാരത്തിലൊക്കെ താമസിക്കുന്ന പോലെ നമുക്ക് താമസിക്കുകയും ചെയ്യാം അമ്മ അല്ലേ? തീർച്ചയായിട്ടും. അമ്മ എന്നെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുവാണോ? പിന്നെ ഇത് കണ്ടോ എങ്ങനെയാണ് ആടാതിരിക്കുന്നത്. ഞങ്ങളൊരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞോട്ടോ. എല്ലാവരും ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടമഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ നിങ്ങൾ? നല്ല രസമുണ്ടല്ലേടാ, നിങ്ങോട്ട് വയ്ക്കടാ, അതിലെ കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. നല്ല രസമുണ്ട്. ചാച്ചൻ ഇവിടെ നിൽക്കുന്നു വീഡിയോ ഒക്കെ എടുത്തോണ്ട്. കണ്ടോ കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ടോ? പിന്നെ എന്നാ രസം നോക്കി. പ്ലേ ഏരിയ ആയാലും തന്നെ എന്നെ രസമല്ല. മാപ്പിൾ മിറാക്കി കളിക്കാവുന്ന സംഭവങ്ങളെല്ലാം കേട്ടോ. ചായ കുടിച്ചിരിക്കാം കേട്ടോ. എല്ലാവരും മിറായിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. വീവൂട്ടിന് അവിടുന്ന് ഊഞ്ഞാലിന്ന് എടുത്തിട്ട് കരയുന്ന കേട്ടോ. വീവു അവന് വേറെ ഏതെങ്കിലും കേട്ടടി. ഇപ്പൊ നമ്മള് ഓഫ് സീസണിലാണ് ശരിക്കും വന്നേക്കുന്നത്. ഡിസംബറിലും എന്താ പറയാ ഈ പറയുന്ന പോലെ ജാനുവരിയിലൊക്കെ സൂപ്പർ മഞ്ഞാട്ടോ. ഫുള്ള് മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഫുള്ള് മഞ്ഞായിട്ട് മൂടി കിടക്കുമായിരിക്കും കേട്ടോ. ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കി എല്ലായിടത്തും ഇപ്പോൾ ഓൾറെഡി ചെറുതായിട്ട് മഞ്ഞ് ഇറങ്ങി തുടങ്ങി. അതിനിടയ്ക്ക് ചാച്ചനെ കാണിക്കണേ, ചാച്ചനെ കാണിക്കട്ടെ. പുറകിലൊരു കുതിര അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അവൻ ഇടയ്ക്കിടയ്ക്ക് അവൻ തല തിരിഞ്ഞു നോക്കുന്നു. ചാച്ച നമ്മളിന്ന് അടുത്ത് ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളന്ന് വാട്ടർഫാൾസിലൊക്കെ പോയ നല്ല അടിപൊളി ഫോട്ടോസ് ഉണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ. ഒരു ചായ കിട്ടിയിരുന്നത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചായ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ തണുപ്പത്ത് നല്ല ചൂട് ചായ ഒന്നും പറയണ്ടല്ലോ. ബോബി വാടാ ചായ കുടിക്കാം.
അവൻ വന്നു കഴിഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ബോവിനെ വിളിക്കാൻ വേണ്ടി അങ്ങ് വിളിക്കുന്നത് ഇവിടം വരെ ബോവിനെത്തി. അവൻ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് നീ തോന്നുന്നു. അല്ല, നീ കൂടെ അല്ല, മറ്റേ ആഴമായി പുസ്തകം വായിച്ചുകൊണ്ടിരുന്നവൻ. കട്ലേറ്റാ? കട്ലറ്റും ചായയും നല്ല തണുപ്പും നല്ല കോടമഞ്ഞും. നിമിഷം പാടി. ഈ എന്നെ കള്ളനാന്നറിയാ, അവൻ നിമിഷയുടെ മേത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പ കാര്യം ഇത് ഇവിടുത്തെ അങ്ങ് മാറുവാണുണ്ടല്ലോ. ഇവ ഭയങ്കര മാന്യനാ. പിന്നെ ഇതിലെ നടക്കുന്നു, കളിക്കുന്നു. എങ്ങോട്ടാ നീ ഓടിക്കടി, നിമിഷം ഓടിക്കടി. ആറിക്കൊണ്ട് ഓടുന്നു. അല്ല ഇത് കൊങ്ങിണി. പടം നോക്കുവാണോ? നമ്മളൊക്കെ ഇംഗ്ലീഷ് ബുക്ക് എടുക്കണ പടം നോക്കാനാ. അങ്ങനെയൊന്നും കളിയാക്കണ്ടല്ലേ അച്ഛാ? മലയാളം ബുക്ക് പോലും വായിക്കാൻ പറ്റില്ല, പിന്നെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് കേട്ടോ, നീ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചേ. അത് ശരിയാ. വിമലാലയം ഫസ്റ്റ് ബാച്ചാ അല്ലേ? അതെ അതെ. എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ പറ്റാത്തതിന്റെ വാശി ജനങ്ങളെയൊക്കെ പഠിപ്പിച്ചു. ആണോ? എനിക്ക് കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ. പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ വാശിയിലാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അത് ശരി. അപ്പളേ എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സമയമായി. നമ്മളിനിയൊക്കെ ചായയൊക്കെ കുടിച്ച് വൈകിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട് കേട്ടോ. ക്യാമ്പ് ഫയർ ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് രാത്രി കിടക്കത്തുള്ളൂ. കുറച്ചും കൂടെ അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ കിടക്കത്തുള്ളൂ. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് പൂളിലും ഒന്ന് ചാണല്ലോ പോയി. ഇത് ഫൗണ്ടനാട്ടോ. ഫൗണ്ടൻ രാത്രി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഏതായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് എഴുതണം, സബ്സ്ക്രൈബ്. ബോബിന് ഇതുവരെ അത് പറയാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അമേരിക്ക വെച്ച് പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയതാ. അതെ അതെ, അവനെ ഞങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ. പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. ശരിയാക്കും ഞങ്ങള്. അതെ, ഇപ്പൊ ശരിയാക്കും ഞങ്ങള്. രാജാ, നമ്മുടെ സ്റ്റേനെ കുറിച്ച് തന്നെ പറയാനുള്ളത്? അടിപൊളിയല്ലേ? ഒന്നും പറയാനില്ലാത്ത സ്റ്റേ. ഒന്നും പറയാനില്ല, പോകാനും തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് നാളെ പോയേ പറ്റത്തുള്ളൂ കേട്ടോ. നാളെ ഞങ്ങൾക്ക് പോകണം. പിന്നെ പോയിട്ട് ഒരുപാട് പരിപാടികൾ ഇനിയും ഉണ്ടല്ലേ. നമ്മൾ ഈ 2 ദിവസം തന്നെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയത് വലിയ കാര്യമാണ്. നമുക്ക് ഇനി വരാം. ഇനി നാട്ടിൽ വരുമ്പോൾ വരാലടി നിമിഷം. ഇനി നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും വരും കേട്ടോ. സ്ഥലമാണ്. ഇപ്പോഴാണെങ്കിൽ ഒട്ടും തിരക്കൂല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരും. അല്ല, നിങ്ങളാണെങ്കിലും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയ്ക്ക് ഇതുപോലെ ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ കോടമഞ്ഞൊക്കെ കണ്ട് ഇതുപോലെ ഒരു പാലസിലൊക്കെ 2 ദിവസമൊക്കെ നിന്ന് ആസ്വദിച്ചിട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനി വൈപ്പിക്കുന്നില്ല. നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ കോടമഞ്ഞ് ഇറങ്ങി നമ്മളെ ചിലപ്പോൾ മൂടും കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ദേ ഇനി ഒന്നാളും പറയുന്നില്ല, ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന നമ്പറേ എല്ലാവർക്കും അമ്മ ബൈ ബൈ. അമ്മയും മക്കളും തമ്മനും മക്കളും എന്ന് പറഞ്ഞാൽ അമ്മയും മക്കളും. കുഞ്ഞായിരുന്നപ്പോഴും ഇവന്മാരെ ഞാൻ എടുത്തോണ്ട് നടക്കാം. ഇത് ഇപ്പോഴും ഞാൻ എടുക്കണം അല്ലേ?